ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സാരി ബ്ലൗസാണ് തയ്ക്കുന്നത്. അളവെടുത്ത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ 36 ഇഞ്ച് നെഞ്ച് ഉള്ള ഒരാളിനാണ് ബ്ലൗസ് തയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 36 ഇഞ്ച് വണ്ണമുള്ള ഒരാളിന് നമ്മൾ 36 ആയാലും 38 ആയാലും 40 ആയാലും അത് എപ്പോഴും ഒരു നെഞ്ച് വണ്ണം അളക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഈ 36ൻ്റെ കൂടെ 40 ഇഞ്ചിൻ്റെ കൂടെ ഉള്ള ആളെന്നാണെങ്കിൽ 4 ഇഞ്ച് ലൂസ് ഇടണം. ഏത് അളവെടുത്താലും നെഞ്ച് വണ്ണം എടുത്തിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് ഇടും. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കണം 36ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 40 ഇഞ്ച്. 40 ഇഞ്ചിൻ്റെ 4/1 നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പം 36 അളവിന് 40 ഇഞ്ച് 4 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് അതിൻ്റെ 4/1 നമ്മൾ 4/1 എന്ന് പറയുമ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ 4/1 എടുക്കണം. അപ്പോൾ നമുക്ക് 4/1 എടുക്കുമ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഇട്ടോളണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 11 ഇഞ്ചാണ് നെഞ്ച് വണ്ണം നമുക്ക് ഈ ബ്ലൗസിന് എടുക്കേണ്ടത്. പിന്നെ ഇടുപ്പ് വണ്ണം, ഇതിന് അവരുടെ ഇടുപ്പ് വണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് 29 ഇഞ്ചാണ്. 29ൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ. ഇതിപ്പം നമുക്ക് ഈ അളവ് വെട്ടിയാൽ മതി. തയ്ക്കുമ്പോൾ നമ്മളത് നോക്കി വെട്ടി ലെവലാക്കിയാൽ മതി. പിന്നെ കൈവണ്ണം എല്ലാം ഉണ്ട് ഓരോന്ന്. പിന്നെ ഇതെല്ലാം കൂടെ തയ്ക്കണതും കട്ട് ചെയ്യണതും എല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോണ്ടാണ് ഞാൻ ഇതിങ്ങനെ അളന്നിട്ടേക്കണത്. എല്ലാത്തും കൂടെ ഒത്ത് എടുക്കുമ്പം സമയം ഒരുപാടായിപ്പോയി. ഇതാ 11 ഇഞ്ചാണ് നെഞ്ച് വണ്ണം എടുത്തേക്കുന്നത്. മൊത്തം 11 ഇഞ്ച്. ഇറക്കം 15 ഇഞ്ച് ഇറക്കമാണ് എടുത്തേക്കുന്നത്. പിന്നെ കഴുത്തിറക്കം 6 ഇഞ്ച് കഴുത്ത് 6 ഇഞ്ച് കഴുത്തിറക്കം എടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും 6 എടുത്ത് ഇങ്ങനെ ഈ 2 ഇഞ്ച് കഴുത്തകല, 2 ഇഞ്ച് കഴുത്തകല. ഷോൾഡർ 3.5. കൈക്കുഴി 4 എടുത്ത് സ്ക്വയറായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ആ കോണ് മാത്രം ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്, അറിഞ്ഞുകൂടാത്തവർ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ചരിവിൽ ഇങ്ങനെ വരച്ചോളണം. ഫ്രണ്ട് ബാക്ക് ഒതുക്കി ഇത്തിരി വെട്ടിയാൽ ഫ്രണ്ട് അകത്തോട്ട് ഇത്തിരി കൂടെ താത്തെടുക്കണം. കഴുത്ത് വരച്ച് കഴിഞ്ഞ് പിന്നെ ബാക്ക് നമ്മൾ 15 എടുത്തെങ്കിൽ ഫ്രണ്ട് നമുക്ക് 16 എടുക്കണം. പിന്നെ ഈ പട്ട നമ്മളിവിടെ നിന്ന് 4.5 ഇഞ്ച് പട്ട ഇവിടെ നടുക്കെടുക്കണം. ഇപ്പുറത്ത് ഈ അറ്റത്ത് 4.5 എടുത്ത് നേരെ നടുക്കാകുമ്പോൾ 3 ഇഞ്ച് മതി. 3 ഇഞ്ച് എടുത്തിട്ട് ഈ 4.5 3 ഇഞ്ച് കൂടെ 4.5 വരെ പോകണം. എന്നിട്ട് പട്ട ഇത്രയാണ് അളവ്. 2 ഇഞ്ച് കഴുത്തകലം, 3 ഇഞ്ച് ഷോൾഡർ, കഴുത്ത്. ഇതിന് ഒരുപാട് കഴുത്തിറക്കം വേണ്ട. 6 ഇഞ്ച് ഫ്രണ്ടും ബാക്കും 6 ഇഞ്ച് കഴുത്തിറക്കം. കൈക്കുഴി 4 ഇഞ്ച് എടുത്ത് 1 ഇഞ്ച് കോണ് ചരിച്ച് ആണ് വരച്ചേക്കുന്നത്. പട്ട 4.5, നടുക്ക് 3, ഇവിടെ 4.5 ഇങ്ങനെ വളച്ച് വെക്കണം. അത് ഓരോരുത്തർക്കും ഉള്ള അളവെടുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ വണ്ണത്തിനേക്കാളും 4 ഇഞ്ച് ലൂസ് ഇട്ട് വെച്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കണം. കട്ട് ചെയ്യാം. എല്ലാം കൂടെ ഒരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കുറേശ്ശെ ആകുമ്പോഴത്തേക്ക് 2-3 വീഡിയോ ആക്കേണ്ടി വരും. ഒത്തായതുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ വരച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒത്ത് തന്നെ വെട്ടിയെടുക്കണം. എങ്കിലേ നമുക്ക് ആ പട്ടത്തുണ്ട് തയ്ക്കത്തകയോ. ചോറുണ്ട്.
പട്ട വെട്ടാം. 2 പട്ട കിട്ടൂല. ബാക്കിലത്തേക്ക് ഫ്രണ്ടിലത്തേക്ക് 2 പട്ട കെട്ടി ബാക്കിലത്തേക്ക് നമുക്ക് ഒരു പട്ട കൂടെ ബാക്ക് പീസിൽ വെച്ച് തയ്ക്കാം. ഒരു പട്ട കൂടെ ഒരു 1.5 ഇഞ്ചിലൊരു പട്ട വെട്ടണം. ഇത് നമുക്ക് ഊക്ക് അയിപ്പട്ടയ്ക്ക് എടുക്കാം. അയിപ്പട്ടയും അതൊരു 2-2.5 ഇഞ്ചുള്ള പട്ട എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഊക്കുപട്ടയ്ക്ക് എടുക്കാം. ഊക്കുപട്ട 1 ഇഞ്ച് മതി. ഇനി ഇത് നമുക്ക് കഴുത്ത് വയ്ക്കാനുള്ള ക്രോസ് പീസ് വെക്കാം. ക്രോസ് പീസ് തന്നെ തയ്ക്കണം. കഴുത്തിലത്തേക്ക് നമ്മൾ കൈ വെട്ടിയില്ല. കൈയിറക്കാം. 8.5 തന്നെ കൈയിറക്കാം. 8.5 ഇഞ്ച് കൈയിറക്കമാണ് കൊടുത്തേക്കുന്നത്. കൈ വണ്ണ 8 ഇഞ്ച് മതി. 8 ഇഞ്ചിൽ നിന്ന് 8.5 ഇപ്പുറത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഷേപ്പ് വെട്ടാൻ വേണ്ടി 8.5 അടയാളപ്പെടുത്തിയതിന് 3 ഇഞ്ച് അടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് എടുക്കണം. ഇതിപ്പോൾ 8.5 ഞാൻ എടുത്തേക്കണം. 7.5 ഇഞ്ച് കൈയിറക്കം മതി. 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഞാനത് കൂട്ടിയാണ് 8.5 എടുത്തേക്കണത്. ഫ്രണ്ട് പീസിൽ നമുക്ക് ഈ ഡാട്ട് എങ്ങനെയാണ് എടുക്കണേന്ന് നോക്കാം. ഇത് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മാർക്ക് ചെയ്ത് ഇവിടെ നിന്നോട്ട് 2 ഇഞ്ച് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ്. 4 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ മടക്കണം. 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെന്ന് ഇങ്ങനെ മടക്കി അവിടെ ഓരോരുത്തരെ കപ്പ് സൈസാണ് നോക്കിയിട്ട് വേണം. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നടുക്ക് 4 ഇഞ്ചിന് മുകളിലോട്ട് 2.5 ഇഞ്ച് പൊക്കാം. അപ്പോൾ ഇങ്ങനെ തയ്ക്കും. ഇങ്ങനെയാണ് ഈ നട്ടെടുക്കണം. പിന്നെ ഇതിൻ്റെ മുന വരണടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച്, ഇവിടെ നിന്ന് 5 ഇഞ്ച് ഇങ്ങനെ എടുക്കും. ഇതിൻ്റെ തയ്യൽ എവിടെ മുന വരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എടുത്തിട്ട് ഒരു 4 ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ ഇതാണ് കട്ടിങ്, ഫേസ് കട്ടിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തയ്ക്കണത് കാണാം. അളവെടുത്തത് കാണാൻ പറ്റിയില്ല എന്ന് തോന്നി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.5, ഇവിടെ നിന്ന് 4.5, നടുക്ക് നേരെ നടുക്ക് ഇവിടെ നിന്ന് 3, ഈ 4.5 ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതുവരെ കട്ട് ചെയ്യും. 4.5 ഇവിടെ 3, 4.5. ഇതിനെ 2ആയിട്ട് മടക്കിയിട്ട് നടുക്ക് 2 ഇഞ്ച് നീളം, 4 ഇഞ്ച് വീതം തയ്ക്കണ കാണിക്കാം. ഇവിടെ നിന്ന് 4 ഇഞ്ച് മടക്കിയിട്ട് അപ്പുറത്തോ 2 സൈഡിലിട്ട് 1.5 വീതം മടക്കി നമുക്ക് ഫ്രണ്ടിൻ്റെ
ഡാർക്കുള്ളത് ഇതൊന്ന് ഈ അങ്ങനെ നിൽക്കുന്നതിൻ്റെ നേരെ എതിരേയിട്ട് ഇങ്ങനെ വെക്കണം. മുട്ട വയ്ക്കാം. മുട്ട 3 പീസ് വെച്ച് ഇതാ ഒരടി ആദ്യം ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് പതിച്ച് വയ്ക്കണം. 2 തുമ്പ് അങ്ങോട്ട് വിട്ട് 1 തുമ്പ് ഇങ്ങോട്ട് വെക്കണം. ബാക്ക് ഇത് 2 പീസ് സൈഡ് ഇതുപോലെ വയ്ക്കണം. ഈ ബാക്ക് നമ്മൾ ഈ പട്ട ആദ്യം ഈ പട്ട എടുത്തിട്ട് അതിൻ്റെ ഉളുമ്പൊന്ന് മടക്കി തയ്ക്കണം. ഒരു മടക്ക് മടക്കണം. ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഇത് 2 കൂടെ വെച്ച് തയ്ക്കണം. ഇനി ഇതിനൊന്ന് പതിച്ച് വയ്ക്കണം. ഇങ്ങനെ വെച്ച് ഇതെല്ലാം മൊത്തം തയ്യൽ കാണിച്ചാൽ ഇത് സമയം കൂടുതലായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ടിങ് സ്റ്റിച്ചിങ് ഒറ്റ വീഡിയോ ആക്കിയത്. പട്ട ഇത് വെച്ച് തയ്ക്കാൻ മതി. നമുക്കിത് ചേർത്ത് തയ്ക്കണം. ഇനി നമുക്ക് ഊക്കുപട്ട വയ്ക്കാം. വലതുവശത്തെ പീസിലാണ് നമ്മൾ ഊക്കുപട്ട വയ്ക്കുന്നത്. അത് നല്ല വശത്ത് ആണ് വച്ച് മടക്കണം. നല്ല വശത്ത് പട്ടത്തൊണ്ട് വീതി കുറഞ്ഞ പട്ടത്തൊണ്ട് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്.
പതിച്ചിരിക്കണം. പൂക്കുവട്ട തച്ച് വെച്ചുള്ളത്. നമുക്കിതിൽ അരിപ്പട്ട അയക്കാം. അരിപ്പട്ട വീതിയുള്ളതാണ്. അത് നമ്മൾ അകവശത്താണ് തയ്ക്കുന്നത്. അകവശത്തു നിന്ന് തയ്ച്ച് നല്ല വശത്തോട്ട് മറിച്ച് പതിച്ച് നമുക്ക് മടക്കി മടക്കി വെച്ചിട്ട് തയ്ക്കാം. നമുക്ക് പൂക്ക് ഹോള് വരിഞ്ഞ് പോകാം. ഇവിടെ 1 2 3 4 5 ആയി വരി. മെഷീനിൽ തന്നെയാണ് തയ്ക്കുന്നത്. തച്ചോളണം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂക്കിടാൻ പറ്റും.
ഷോൾഡർ തയ്ക്കാം. ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് ഷോൾഡറും നമുക്ക് തയ്ക്കാം. ഷോൾഡർ വെച്ച് ഇനി നമുക്ക് കഴുത്തിൽ പട്ട വയ്ക്കണം. പട്ടക്കൊണ്ട് നല്ല വശത്ത് വയ്ക്കണം. ഇതിൻ്റെ ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചാണ് തയ്ച്ചു തുടങ്ങേണ്ടത്. ക്രോസ് പീസ് ആയതുകൊണ്ട് തിരിച്ചിടണ്ട. അവിടെ ഒരു വെട്ട് വെട്ടണം. തയ്യലിൽ കൊള്ളല്. പതിച്ച് വയ്ക്കാം. വെച്ച് ഈ തുമ്പ് എടുത്ത് ഇങ്ങനെ വെച്ച് പതിച്ച് വയ്ക്കാം. സൈഡ് ചേർത്ത് തയ്ച്ച് ഇനി നമുക്ക് കൈ വെച്ച് വയ്ക്കാം. കൈ തയ്ക്കാനായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് കൈ എടുത്ത് വെട്ടും. ഒരു 3/4 ഇഞ്ച് നമ്മളിവിടെ നിന്ന് ഇത്തിരി എടുത്ത് വെട്ടും. എന്ന് പറഞ്ഞാൽ ഈ കൈക്കുടിയുടെ ഭാഗത്ത് ലൂസായി കിടക്കാതെ നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്
ആ, കൈ ഒരു ഫ്രണ്ട് ബാക്ക് കൈ വെട്ടണം. ബാക്ക് സൈഡ് വേണ്ട, ഫ്രണ്ട് സൈഡ് മാത്രം കാലിൻ്റെ എടുത്ത് വെട്ടണം. എന്നിട്ട് മാറിപ്പോവാതിരിക്കാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൈ തച്ച് വെക്കും. ഓർഡർ ചെയ്യാൻ തച്ച് തുടങ്ങാം. വെട്ടിയിട്ടേക്കുന്ന ഭാഗം വശത്ത് തന്നെ വരണം. കൈക്കുഴി വെട്ടിയ ഭാഗം ഫ്രണ്ട് വശത്ത് തന്നെ വരണമെന്ന് നോക്കണം, ബാക്കിൽ പോവരുത്. എന്നിട്ട് ഷോൾഡറിൻ്റെ നമുക്ക് തയ്ച്ച് തുടങ്ങാം. സൈഡും ഇതുപോലെ തച്ചെടുക്കണം. സൈഡ് ഇതുവരെ തച്ച് കൈ വെച്ച് ഇനി നമുക്ക് ഇത്രയും ഭാഗം കൂടെ ചേർത്ത് തയ്ക്കാം. കൈ നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. മടക്കി പോകണം, ബാക്കിയൊക്കെ ചേർത്ത് തയ്ക്കാം. നമുക്ക് കറക്റ്റ് അളവ് നോക്കി വണ്ണം അടിച്ച് കുറയ്ക്കണം. കൈത്തൈലും തയ്ക്കണം, കൈത്തൈലെല്ലാം തയ്ക്കണം. കൈത്തൈലിരിക്കണം, ഇടുപ്പിലും തയ്ക്കണം, കയ്യിലും തയ്ച്ചിട്ട് ഊക്കം വെച്ച ശേഷം അളവ് നോക്കി ഫുൾ പ്ലേറ്റ് മൊത്തം. ബ്ലൗസ് റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.